PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് LGSൻ്റെ തേർഡ് ലെവൽ പരീക്ഷ, അതായത് തേർഡ് സ്റ്റേജ് പരീക്ഷ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ 170/2024 കാറ്റഗറി നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് അതിൻ്റെ ആൻസർ വിത്ത് പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ള ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഞാൻ 10th പ്രിലിംസിന് വേണ്ടി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുക. അപ്പോൾ 10th പ്രിലിംസ് പാസ്സാവാൻ വേണ്ടി ഉള്ളൊരു എളുപ്പം വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വീണ്ടും അത് വിശദീകരിക്കുന്നില്ല. അതിലൊരു കാര്യം ഞാൻ പറഞ്ഞത് 2024-2023 മുൻവർഷ ചോദ്യ പേപ്പറുകൾ പഠിക്കാനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, മുൻവർഷ ചോദ്യങ്ങൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് LDC പരീക്ഷയുടെ ചോദ്യപേപ്പർ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ LDC പരീക്ഷയുടെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് 2024 ഒരുപാട് ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ നടന്നിട്ടുള്ള പരീക്ഷകളിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുൻവർഷ ചോദ്യപേപ്പറുകൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ടോ. LDC പരീക്ഷയുടെ മുൻവർഷ ചോദ്യപേപ്പർ നല്ല സീരിയസ് ആയിട്ട് പഠിച്ചവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 10th പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല 2023-2024 മുൻവർഷ ചോദ്യങ്ങളും ധാരാളം ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മുൻവർഷ ചോദ്യ പേപ്പറുടെ ക്വസ്റ്റ്യൻ സെറ്റ് നമ്മുടെ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നൽകുന്നതായിരിക്കും. PDF ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2024-2023 ഇതുവരെ PSC അടുത്തുള്ള മുഴുവൻ ചോദ്യ പേപ്പറുകളും നൽകുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ 10th പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, LGSൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, അതുപോലെ തന്നെ നമുക്ക് LP സ്കൂൾ അസിസ്റ്റന്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ ലഭ്യമാണ് കേട്ടോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നൽകുന്നതായിരിക്കും. ഇനി ഫസ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഭാഗം ഏതാണ്? 3 ആണല്ലേ. ഓപ്ഷൻ C ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 21A എന്തിന് അവകാശമാണ് ഉറപ്പ് നൽകുന്നത്? ഏത് അവകാശമാണ് ഉറപ്പ് നൽകുന്നത്? വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശമാണല്ലേ. ഓപ്ഷൻ D ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. മലബാറിലെ കർഷക ലാഭങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷനാണ്. ഏതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് എല്ലാവർക്കും അറിയാലോ, രാമൻ നമ്പി. ഈ 4 ചോദ്യം അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യമായിരുന്നു. എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം വരുന്നത്, സർവ്വവിദ്യാധി രാജ എന്നറിയപ്പെടുന്നത് ആരാണ്? സർവ്വവിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണല്ലേ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? മിതവാദിയാണ്. ഏതാണ്? മിതവാദിയാണ്. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളിയാണ്. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ് രാജ്യം? സിംഗപ്പൂരാണല്ലേ. ഏതാണ്? സിംഗപ്പൂരാണ്. അടുത്ത ചോദ്യം, ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്ത്? ഏതാണ്? ഓപ്ഷൻ A. അടുത്ത ചോദ്യം, ബ്രസീലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഏതാണ്? ഓപ്പറേഷൻ അജയ് ആണ് കേട്ടോ. ഓപ്പറേഷൻ അജയ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യ നടപ്പിലാക്കിയ ഭൂനിധി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനിധി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനിധി വ്യവസ്ഥ. ഏതാണ്? ശാശ്വത ഭൂനിധി വ്യവസ്ഥ. ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, ചോർച്ച സിദ്ധാന്ത ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു ആണല്ലേ. ഡൽഹൌസി പ്രഭു ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതായിരുന്നു എന്ന് അല്ലേ. ഏതാണ് ശരിയായുള്ള പ്രസ്താവന? 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ നേതാവായിരുന്ന ഹസ്രത്ത് മഹലാണ്. അപ്പോൾ ഓപ്ഷൻ D ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഏതാണ്? ഓപ്ഷൻ D ആണ്. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ച ഏത് സമ്മേളനത്തിലാണ്? ഇന്നലെ നമ്മൾ എന്താണ് ത്രിവർണ്ണ പതാകയെക്കുറിച്ച് പഠിച്ചല്ലേ. ഇന്ത്യൻ ദേശീയ പതാകയും ദേശീയ ചിഹ്നമാണ് ക്ലാസ്സിൽ നമ്മൾ 10th പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ആൻഡ് ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസ്സിൽ പഠിച്ചല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ പതാകയെ ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? ഏതാണ്? കറാച്ചി സമ്മേളനമാണ് കേട്ടോ. കറാച്ചി സമ്മേളനമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യയുടെ ഭരണഘടന ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്?
ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ, ജവഹർലാൽ നെഹ്റു ആണ് റൈറ്റ് ആൻസർ. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രതലമുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന എവിടെയാണ് പരാമർശിക്കുന്നത്? എവിടെയാണ്? നിർദ്ദേശക തത്വങ്ങളിലാണ് പരാമർശിക്കുന്നത്. എവിടെയാണ്? നിർദ്ദേശക തത്വങ്ങളിലാണ് പരാമർശിക്കുന്നത്. ബംഗ്ര-നംഗൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ബംഗ്ര-നംഗൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഒന്നും. അടുത്ത ചോദ്യം, ബംഗ്ര-നംഗൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ എന്തെല്ലാം ഇതിന് ചേർന്നിട്ടാണ്? ഏതൊക്കെയാണ്? സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മറ്റൊന്ന്, ജലസേചനത്തിന് വേണ്ടിയുള്ള മാത്രം നിർമ്മിച്ചതാണ്. ആണോ? അല്ല, പ്രസ്താവന തെറ്റാണ്. വിവിധോദ്ദേശ പദ്ധതിയാണ്. ശരിയാണോ? ശരിയാണ് അല്ലേ. അപ്പോൾ 1ഉം 4ഉമാണ് റൈറ്റ് ആൻസർ. 2ഉം 4ഉമാണ് റൈറ്റ് ആൻസർ. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരിക. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കിയത്? ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? ജീവൻ രക്ഷാ പതക്കാണ് കേട്ടോ. ജീവൻ രക്ഷാ പതകമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, പട്ടിണി ഇല്ലാതാക്കാൻ സാമൂഹ്യ നീതി തുല്യത അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് പഞ്ചവത്സര പദ്ധതി? 9ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഏത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിന്നിരുന്നത്? ഏതാണ്? അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടാണ്. ഏതാണ്? അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനരൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന? നോക്കിയേ, സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന ശരിയാണ്. NN കുൻസ്രു ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. മലയാളിയിൽ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. പ്രസ്താവന ശരിയാണല്ലോ. തെറ്റായിട്ട് വരുന്നത് ഏതാണ്? ബന്ധമില്ലാത്ത പ്രസ്താവന. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2ാമത്തെ പ്രസ്താവന മാത്രമാണ് ഇവിടെ ശരിയല്ലാത്തതായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ടല, മംഗലാപുരം കൂട്ടത്തിൽപ്പെടാത്ത പട്ടണം ഏതാണ്? മധുരയാണ് അല്ലേ. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മധുരയാണ്. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? എവിടെയാണ്? ആലപ്പുഴയിലാണ്. എവിടെയാണ്? ആലപ്പുഴയിലാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള രൂപീകരണം എന്ന പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെ 1.25 കോടി മലയാളികളാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏറ്റവും ഉയരമുടി കൊടുമുടി. പ്രസ്താവന ശരിയാണോ? ശരിയാണ്. ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം. പ്രസ്താവന ശരിയാണ്. കേരളത്തിലെ വയനാട് സ്ഥിതി ചെയ്യുന്നു. വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അല്ല, ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2695 മീറ്റർ ഉയരം. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. കേരളത്തിലെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏത് സ്ഥലമാണ്? കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണെന്ന്? ഏതാണ്? കോതമംഗലമാണ് കേട്ടോ. കോതമംഗലമാണ്. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക. കേരളത്തിന് ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? കായിക വകുപ്പ് മന്ത്രി പി അബ്ദുറഹിമാനാണ് കേട്ടോ. വി അബ്ദുറഹിമാനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ പൃഥ്വിരാജാണ്. ആരാണ്? പൃഥ്വിരാജനാണ്. ഇനി നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? ഗോദാവരിയാണ് കേട്ടോ. ഏത് നദിയിലാണ്? ഗോദാവരി നദിയിലാണ്. അടുത്ത ചോദ്യം, അടുത്തത്, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? തൂത്തുക്കുടിയാണല്ലേ. ഏതാണ്? തൂത്തുക്കുടിയാണ്. ദക്ഷിണ എന്ന സംസ്കൃത പദങ്ങളിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിക്കുന്നത്? ഏതാണ്?
ഓപ്ഷൻ എ 82.5 പൂർവ്വ രേഖാംശമാണ്. ഇനി ബൽവാൻറായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള ഏതെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73/74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതെല്ലാമാണ്? ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 1ഉം 2ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? എടയ്ക്കൽ ഗുഹയാണ് കേട്ടോ. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ എടയ്ക്കൽ ഗുഹയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ് കേട്ടോ. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിട്ട് വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്ന ഏത് വില്ലേജിലാണ്? ഏതാണ്? ഓപ്ഷൻ എ പള്ളിക്കരയാണ് കേട്ടോ. പള്ളിക്കരയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണല്ലേ. വൈക്കം സത്യാഗ്രഹം. താഴെ പറയുന്നവ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? കാപ്പിയാണ്. കാപ്പിയാണ്. 2ാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയായ OR കേളു അദ്ദേഹം ഏതു മണ്ഡലത്തിൽ നിന്നാണ് MLA ആയത്? മാനന്തവാടിയാണ് കേട്ടോ. ഓപ്ഷൻ സി മാനന്തവാടിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മലയത്തിൻ്റെ കൃതി ഏത്? 45 റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന. മനുഷ്യ മസ്തിഷ്കത്തിലെ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യിച്ച വിജയകരമായി സ്ഥാപിച്ച ഇലാൺ മസ്കിൻ്റെ കമ്പനി ന്യൂറാലിങ്ക് ആണ് കേട്ടോ. ന്യൂറാലിങ്ക്. അടുത്തത്, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാന് നൽകിയ പേര് നീലു എന്നാണ് കേട്ടോ. നീലു. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിൽ എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? അർഷാദ് നദീമാണ് കേട്ടോ. ഓപ്ഷൻ സി അർഷാദ് നദീമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22-ാം തീയതിയാണ് കേട്ടോ. ഓഗസ്റ്റ് 22-ാം തീയതിയാണ് ലോക നാട്ടറിവ് ദിനമായിട്ട്. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാങ് 003 വാക്സിൻ ഏത് വൈറസിനെതിരുള്ളതാണ്? ഡെങ്കി വൈറസിനെതിരുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ സി ഡെങ്കി വൈറസാണ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റൻ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആര്? 52 റൈറ്റ്. കില്ലിയൻ മർഫിയാണ് കേട്ടോ. ഓപ്ഷൻ ബി കില്ലിയൻ മർഫിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച 1984 കേട്ടോ. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത്? ഗോവയാണ്. ഗോവയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം സ്വീഡനാണ് കേട്ടോ. സ്വീഡനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ചുവട് നൽകിയിരിക്കുന്നവയിൽ നിന്ന് ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണത്? പല്ലുകൾ വരുന്നത് ചവർണകവും അഗ്രചവർണകവുമാണ് കേട്ടോ. 1ഉം 4ഉമാണ്. 2ഉം 4ഉമാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ ലഭിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ ഡി ആണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഏത് വിളയുടെ സങ്കരയിനമാണ് സൽകീർത്തി? സൽകീർത്തി ഏതിൻ്റെയാണ്? വെണ്ടയുടെയാണ് കേട്ടോ. സൽകീർത്തി വെണ്ടയാണ് റൈറ്റ് ആൻസർ. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2006 വനാവകാശ നിയമം നിലവിൽ വന്നത്. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായി വരാവുന്ന താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്? ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻറ്ററിൻ്റെ പേര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സഹജയാണ് കേട്ടോ. ഓപ്ഷൻ എ സഹജയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര് കൈരളിയാണ് കേട്ടോ. ഓപ്ഷൻ സി കൈരളിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. പ്രസ്താവന 1, 2, 3 ശരിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകുമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോൺ അളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രിയാണ് കേട്ടോ. ഓപ്ഷൻ ബി 90 ഡിഗ്രിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായത് ഏതെല്ലാം? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള വരുന്നത്? 2, 3 കേട്ടോ. ഓപ്ഷൻ ഡി 2, 3 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിക്കുന്നവയിൽ പ്രസ്താവനകളിൽ ഇനി ഏതാണ് ശരി? ധാതുക്കളെ, അയിരുകളെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അയിരുകളിൽ അതാത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ള ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, നവജാത ശിശുക്കളിൽ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ്? ശലഭമാണ് കേട്ടോ. ശലഭമാണ്. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനും വില കുറഞ്ഞതും ഫലപ്രദമായ മാർഗം ഏതാണ്? ബ്ലീച്ചിങ് പൗഡറാണ് കേട്ടോ. ഏതാണ്? ബ്ലീച്ചിങ് പൗഡറാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? പൂനെയാണ്. ഓപ്ഷൻ ഡി പൂനെയാണ് റൈറ്റ് ആൻസർ ആയിട്ട്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ആരാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് കേരള ഗവൺമെൻറ് രൂപീകരിച്ച ന്യൂനത പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യമാണ്. താഴെ പറയുന്ന ഏത് മാർഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? ഏതാണ്? മലിനമായ ഭക്ഷണ പാനീയങ്ങളിലൂടെയാണ്. ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് മലിനമായ ഭക്ഷണ പാനീയങ്ങളിലൂടെയാണ്. അടുത്തത്, ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് നൽകിയിരിക്കുന്ന പേര്. ബ്രിട്ടനിൽ കണ്ടെത്തിയിരിക്കുന്ന പുതിയ രക്തഗ്രൂപ്പിൽ നൽകിയിരിക്കുന്ന പേര് ഓപ്ഷൻ ബി MAL ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? നിപ്പയും എംപോക്സുമാണ് റൈറ്റ് ആൻസർ. 1, 3 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത്, ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? വുഹാനാണല്ലേ. വുഹാനാണ് റൈറ്റ് ആൻസർ. താഴെ പറയുന്നവ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ് ജീവിതശൈലി രോഗമല്ലാത്ത? ടൈഫോയിഡ് ആണ് കേട്ടോ. സ്ഥാനാർബുദം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റാണ് മാമോഗ്രാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, HIV ബാധിതരുടെ ടെസ്റ്റിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം ഏതാണ്? ജ്യോതിസ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ജ്യോതിസ് ആണ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ് കേട്ടോ. മലപ്പുറം ജില്ല. ജലജന്യ രോഗമായി കോളറ പരത്തുന്ന രോഗാണു ഏതാണ്? വിബ്രിയോ ആണ് കേട്ടോ. ഓപ്ഷൻ എ വിബ്രിയോ ആണ് റൈറ്റ് ആൻസർ. ഇനി മാത്സിൻ്റെ ചോദ്യമാണ് വരുന്നത്. ജസ്റ്റ് ഓപ്ഷൻസ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഉത്തരം 81 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 216 ആണ്. 82 റൈറ്റ് ആൻസർ 21 ആണ്. 83 റൈറ്റ് ആൻസർ 863 ഓപ്ഷൻ സി ആണ്. 84 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 85 റൈറ്റ് ആൻസർ 17 ഓപ്ഷൻ ഡി. 86 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 87 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 88 റൈറ്റ് ആൻസർ ആയിട്ട് വരിക 900 സെക്കൻഡ് ഓപ്ഷൻ സി ആണ്. 89 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി 32 ആണ്. 90 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 1 ആണ്. 91 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി 8 ആണ്. 92 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 93 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ. 94 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. 96 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 97 റൈറ്റ് ആൻസർ ആയിട്ട് വരിക 140 ആണ്. 98 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. 99 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. 100 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പരീക്ഷയായിരുന്നു. പഠിച്ചവർക്കൊക്കെ അത്യാവശ്യം എഴുതാൻ പറ്റിയിട്ടുണ്ടാകും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഏതൊരു PSC പരീക്ഷയ്ക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ 10th പ്രിലിംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 10th പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സിലബസിനോട്
നിൽക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കുകൾ പഠിച്ചിട്ട് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഏകദേശം 10th പ്രിലിംസ് 2024-26 പരീക്ഷകളും 2023-25 പരീക്ഷകളും സിമിലാരിറ്റി ആയിട്ട് നടത്തിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ തിരഞ്ഞെടുത്ത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നൽകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.